കഴിഞ്ഞ 6-7 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് BSE സെൻസെക്സും നിഫ്റ്റി ഇൻഡെക്സും ഏകദേശം 6% കൂടുതലുള്ള ഗെയിനാണ് നൽകിയിരിക്കുന്നത്. NSEയുടെ ഇൻഡെക്സായ നിഫ്റ്റി 50 24-ാം തീയതി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,658 പോയിൻറ്റിലാണ്. ഇന്ന് അതായത് 25 മാർച്ചിലും മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ പോസിറ്റീവ് ട്രെൻഡ് കുറേ നാളും കൂടി കണ്ടിന്യൂ ചെയ്യുമെന്ന് ഈ വിപണിയിൽ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ അഭിപ്രായപ്പെടുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡേറ്റകളും അവൈലബിളാണ്. മ്യൂച്വൽ ഫണ്ടുകളും തദ്ദേശ ധനകാര്യ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും വലിയ തോതിൽ ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നാണ് മാർക്കറ്റിൽ നിന്നുള്ള ഡേറ്റകൾ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 2-ാം തീയതി മുതൽ വലിയ തോതിലുള്ള താരിഫ് ഇൻക്രീസ് ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വിപണിയെ സ്വാധീനിക്കുക എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ അനൗൺസ് ചെയ്തു തുടങ്ങും. കമ്പനികൾ നല്ല രീതിയിലുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളും മറ്റ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും വിപണിയിൽ കൂടുതൽ ഷെയറുകളും സെക്യൂരിറ്റികളും വാങ്ങുന്നതിൻ്റെ ഡേറ്റ പുറത്തു വന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇനിയും ഒരു അപ്പ് മൂവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡോളറിനെ കമ്പയർ ചെയ്യുമ്പോൾ ശക്തി പ്രാപിച്ചു വരികയാണ്. ഇന്നലെ അതായത് 24 മാർച്ചിൽ ഇന്ത്യൻ റുപ്പിയും US ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് 85 രൂപ 63 പൈസയിലാണ് അവസാനിച്ചത്. നമ്മൾക്കറിയാം കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് മുന്നേ ഇന്ത്യൻ റുപ്പിയും US ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് ഏകദേശം 87 രൂപ 60 പൈസ വരെയും എത്തിയിരുന്നു. ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ഔൺസ് ഗോൾഡിന് 3009 US ഡോളറാണ്. വിപണിയെ സ്വാധീനിക്കാവുന്ന മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമ്പോൾ അവർ 25,000 കോടി രൂപയിൽ കൂടുതൽ സെക്യൂരിറ്റികൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സാണ് ഈ സെക്യൂരിറ്റികൾ വാങ്ങുന്നത് എന്നുള്ള ഫുൾ ഡിസ്ക്ലോഷർ സെബിക്ക് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ആ 25,000 കോടി രൂപ എന്നുള്ളത് ഇപ്പോൾ 50,000 കോടി രൂപയായിട്ട് സെബി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഈ ചേഞ്ചസുകളെല്ലാം വരുമ്പോൾ കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പണം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ 2024 മുതൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനെ സ്വാധീനിച്ച ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ ഓൾമോസ്റ്റ് മാറിയിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ഏപ്രിൽ 2-ാം തീയതി ട്രംപ് അനൗൺസ് ചെയ്യാൻ പോകുന്ന താരിഫ് ചേഞ്ചുകളും അതോടൊപ്പം തന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ഇന്ത്യയിലെ കമ്പനികൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഫൈനാൻഷ്യൽ റിസൾട്ടും എങ്ങനെയാണ് നമ്മുടെ വിപണിയെ സ്വാധീനിക്കുക എന്നുള്ള കാര്യം വ്യക്തമല്ല. എങ്കിൽ തന്നെയും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് നിക്ഷേപങ്ങൾ നടത്തുന്ന നിക്ഷേപകർ SIP റൂട്ടിൽ അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ടിൽ നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടിന്യൂ ചെയ്യുക. ഷെയർ മാർക്കറ്റ് നമുക്ക് വളരെ താഴ്ന്ന നിലവാരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുവാനായിട്ടുള്ള പല അവസരങ്ങളും നൽകിയിരുന്നു. എങ്കിൽ തന്നെയും വിപണി ഏകദേശം 16% ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം ഏകദേശം 7% കൂടുതൽ ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ കൂടുതൽ പണം ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മറ്റ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും കൂടുതൽ പണം ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നിക്ഷേപത്തിനായി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും വിപണി ഉയരാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് നിക്ഷേപം നടത്തിയിരിക്കുന്ന നിക്ഷേപകർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് കൂടുകയും അതോടൊപ്പം തന്നെ കൂടുതൽ അപ്രീസിയേഷൻ ലഭിക്കുകയും ചെയ്യും. മാർക്കറ്റിൽ ഇതേപോലെ ഇടയ്ക്ക് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുവാനും അതിനോടനുബന്ധിച്ച് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇത് പല യൂട്യൂബ് വീഡിയോകളിലും അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടും നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റും
പല സമയങ്ങളിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് അതേപോലെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളാണ്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിലും ക്യാപിറ്റൽ മാർക്കറ്റിലും അതായത് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും നിക്ഷേപം നടത്തുവാനായിട്ട് ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള പല വ്യക്തികളും മടി കാണിക്കുന്നു. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊരു റിസ്ക് ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് 5 വർഷത്തിൽ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസിന് ആനുപാതികമായിട്ടുള്ള ഒരു റിസ്ക് എടുക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ചെയ്ത വ്യക്തികൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ലംസമായിട്ടുള്ള തുക നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അതായത് SIP റൂട്ടിൽ നടത്തുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിക്ഷേപം നടത്തുന്ന തുകയിലും ഏറ്റക്കുറച്ചിലുകൾ വരാമെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതുവരെയായിട്ടും മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് ആരും കണക്കാക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ ഒരുപാട് റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെക്കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ.